അപ്പോൾ സഹാബത്ത് പുറപ്പെടുന്ന രംഗം മഹാക്കോയ് മൊയ്ൻകുട്ടി വേദി വിവരിക്കുകയാണ്. ഷെഹറുകളിൽ പോരിശ മികും റമളാൻ നീരാറും ഷറഫുടയേ തിങ്കൾ യൗമിനിലരികോരും ഖറജൊട് സഹയിലെഴും നള്ളിടൈ തിരുനബി തങ്ങൾ. ഷെഹറുകളിൽ പോരിശ മികും റമളാൻ ഈരാറ് 12 അല്ലേ. ഷറഫുടയ തിങ്കൾ ആ ദിവസത്തിൽ പുറപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ പോവുകയാണ് ബദറിലേക്ക്. അങ്ങനെ രംഗം മഹാക്കോയ് മൊയ്ൻകുട്ടി വേദി പറയട്ടെ. തങ്ങൾ സഹാബാരും എഴുന്നള്ളും അതുറുപ്പം എന്താ മുഖമ തന്നവ നടുവൊടുവാർ ചുഷന്തതിൽ തിന്നമേ തെളിവൊളിവായി ബന്ധതിൽ ഭിന്നുരപ്പുവനി അക്കീക്കിൽ ബന്ധിടൈ സൈറായാത്താരു നിന്നും ഹുലൈഫായണ്ടേ തലമിലെ പാർത്താനവിടം തന്നോ ചെയ്ത് മുതിർന്ന് വളർന്നിടുവാറും. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടിട്ട് അക്കീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തമ്പടിച്ചു. ഹക്കീക്കിൽ വന്നു, ഹുലൈഫ എത്തി. പിന്നെ അവിടുന്ന് പോന്നിട്ട് സജ തലത്തെത്തി പുറത്തുടനെ നബിയാർ ചുമടൊഡ് നെട്ടിൽ കേണ്ടും ആകെയെത്തിടും എവിടെ മെണ്ടറിവതിനായി വിളിത്തുടൻ നബീരു സഹബരിലേകി വീട്ടിടൈ സുറുഅത്താലുള്ളറുന്താവർ പരദീപം ദേ തരുളരിൽ ചൊന്നാർ അവർ വന്നിടും ഇന്നിടം എന്നൊരു കണ്ണമിലൈ. സജ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ 2 സഹാബാക്കളെ പറഞ്ഞു, വേഗം അബൂ സുഫിയാൻ പാർട്ടി വിടുന്ന വരുന്നുണ്ടോ, എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്കൊരു എത്തുമ്പടിയും കിട്ടിയില്ല. അവരും നേരം തിരിച്ചു വന്നു, എവിടെയെത്തു വന്നു. അപ്പോൾ ഇവിടെ തങ്ങൾ സഹാബാരും എഴുന്നള്ളും അതൃപ്പം എന്താം ഉഖമ തന്നവ. ഇവിടെ സഹാബാരെ പറ്റി, തങ്ങൾ സഹാബാരെ പറ്റി പറഞ്ഞപ്പോഴാണ് പണ്ട് ഒരു കഥ ഓർമ്മ വരുന്നത്. പണ്ട് ഖലീഫ നേരിട്ട് അർത്ഥം വെച്ചേ. ഖലീഫ അതായത് ഈ വീട്ടിൽ കൂടെ ഒക്കെ നമ്മൾ ദഫ് മുട്ടിയിട്ട് ഇങ്ങനെ അറവനൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ വരലില്ലേ ഒരാൾ, പണ്ട് ഖലീഫ എന്നൊന്നും പറയണം. അപ്പോൾ ഇയാളിങ്ങനെ മുട്ടി വന്നപ്പോൾ വലിയൊരു പെര കണ്ടു. പെരയുടെ മുമ്പിൽ പണ്ടത്തെ കാലമല്ല, ഇപ്പോഴല്ല, നെല്ല് ഇങ്ങനെ പരമ്പിൽ പായ പോലത്തെ കുന്ത്രാണ്ടം പരമ്പ് എന്ന് പറയും, പണ്ടത്തെ ആൾക്കാർക്ക് അറിയാതെ. പരമ്പിൽ നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് മുറ്റത്ത്. അപ്പോൾ ഇയാളിങ്ങനെ ഖലീഫ ഇങ്ങനെ മുട്ടി വന്നപ്പോൾ വലിയ വിശാലമായ പെരയാണ്. ഒരു പെരയുടെ ഈ പെരയുടെ അറ്റത്തുനിന്ന് മറ്റൊരാൾ വന്നാൽ ആരും അറിയില്ല. അപ്പോൾ ബാക്കിലതിൻ്റെ ആൾക്കാരുണ്ട് പെരൻ്റെ ബാക്കിൽ. പക്ഷേ ഖലീഫ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നെല്ല് ഉണക്കാട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് കോരിക്കൊണ്ടായാലേ ഒരു കാര്യത്തിൽപ്പെടുന്നുള്ള നിലക്ക്. ആ സമയത്താണ് ഇവിടെ ആരും ഇല്ലേന്ന് ചോദിച്ചു. ആരും വിളിയേക്കണില്ല. അപ്പോൾ മൂപ്പരെ എടുത്തൊരു സെഞ്ചി ഉണ്ടാകുന്ന സെഞ്ചിയിൽ ഈ നെല്ല് ഇങ്ങനെ കോരിയാക്കുകയാണ്. മൂപ്പര് കോരിയാക്കണ സമയത്താണ് മുതലാളി പെട്ടെന്ന് തന്നെ ബാക്കിൽ നിന്ന് വന്നത്. ആരുടെ അവിടെ തന്നെ നെല്ല് കോരിനെ ചോദിച്ചു. അതിൽ ഖലീഫ വേഗം ദഫ് എടുത്തിട്ട് ദഫ് മുട്ടിയിട്ടാണ് പാടി. തങ്ങൾ സഹാബാരും അരി കോരിയിലേ പിന്നെന്തച്ച് നെല്ല് കോരിനീനെന്ന്. എന്താ പറഞ്ഞു? തങ്ങൾ സഹാബാരും അരി കോരിയിലേന്ന്. അവിടെ യഥാർത്ഥത്തിൽ അർത്ഥം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു എന്നാണ്. പക്ഷേ ഖലീഫ എന്ത് ചെയ്തിരിക്കണം, അവിടെ നേരിട്ട് അർത്ഥം മനസ്സിലാക്കിയാണ്. എന്താണ്? തങ്ങൾ സഹാബാരും അരി നമ്മൾ വെച്ചെന്ന അരി, അത് അരി കോരിയില്ലേ പിന്നെന്താ നെല്ല് കോരിനീനെന്ന്. അപ്പം മൂപ്പര് ദഫ്മുട്ടി പാടുക. തങ്ങൾ സഹാബാരും അരി കോരിയിലേ പിന്നെന്താ നെല്ല് കോരിനീനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദഫ് മുട്ടുക ഇയാളെ കണ്ടപ്പോൾ, മുതലാളിനെ കണ്ടപ്പോൾ. അപ്പം നേരിട്ട് അർത്ഥമാക്കാൻ പറ്റില്ല, അത് മൊയ്ൻകുട്ടിയ തരം ബദറാണ്. ഏതായാലും ചുമടൊഡ് നെട്ടിൽ കേളുമാകെത്തിടും എവിടം വേണ്ടറിവതിനായി വിളിത്തൊട് നബീരു സഹബരിലേകി വീട്ടിടൈ സുറുഅത്താലുള്ളറുന്താവർ പരദീപം ദേ. അപ്പം 2 സഹാബികൾ ആദ്യം പറഞ്ഞു അബൂ സുഫിയാൻ്റെ ഇവരെ അറിയാൻ വേണ്ടി. ഓല് തിരിച്ചു വന്നു.
ഓൽക്കൊരെത്തും പിടിയും കിട്ടിയില്ല. പിന്നെ രണ്ടാൾക്കാരെ പറഞ്ഞു അതിയേയും ബസ്സിനെയും. ഓലാണ് നമ്മളെ പെണ്ണുങ്ങളെ അടികൂടൽ കണ്ടിട്ട് വന്ന് കാര്യം ഇങ്ങനെ അബൂ സുഫിയാൻ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള സംഭവം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചത്. അങ്ങനെ ഏതായാലും മുരയും അബൂ സുഫിയാനും തൻ മറുവാർനെഡിൽകളുമായി ഉള്ളരിശാമും പിടലായി നട വഴിയെ ഭയങ്കരമായി. അങ്ങനെ അബൂ സുഫിയാനും കച്ചവട സംഘവും ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. അവരെ എവിടെ എത്തും എന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.